ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല കുറുകിയിരിക്കുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്. അത് ഞാൻ അളവെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കപ്പിലാണ് കേട്ടോ. ഇതിലൊരു 1.5 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് അരിച്ചെടുത്തതാണ്. അതിന് ഞാനിവിടെ ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായി വന്നപ്പോൾ ഒരു കളറ് വന്നതാണ് കേട്ടോ കുക്കറിൽ. ഞാനിതിലേക്ക് ഒരു 3 സ്പൂണോളം സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുത്ത് 2 ഏലക്ക ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു പിഞ്ചോളം ഉലുവയാണ് കേട്ടോ. ഇതൊരു പ്രത്യേക മണമാണ് ഗ്രീൻ പീസ് കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ 2 മീഡിയം സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. സവാള ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചെടുത്തതാണ്. ഇഞ്ചി ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം. പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 പച്ചമുളകാണ് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ്. നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പെട്ടെന്ന് പണി തീരും കേട്ടോ. നല്ല രുചിയാണ്. ഇതൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഒത്തിരി ഇങ്ങനെ നല്ലോണം കളറ് മാറി വരുമൊന്നും വേണ്ട. ഒത്തിരി മസാലകളൊന്നും ചേർക്കാതെയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ 1 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ വേണ്ടിയിട്ടാണ്. മല്ലിപ്പൊടി ഒന്ന് മൂത്തിരുന്നാലാണ് അതിന് ഒരു പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. തലേ ദിവസം കുതിർത്തി വയ്ക്കണം, എന്നാലാണ് നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു. ഇനി ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല, വഴറ്റിയെടുത്തിട്ടൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒട്ടും തന്നെ കൂടുതൽ മസാലകളൊന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഈ ഒരു പാത്രത്തിൽ ഞാനൊരു 3 കപ്പോളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാലും നമുക്ക് കുറച്ച് കറി ആവശ്യമാണ് കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ ഗരം മസാലയൊന്നും പൊടിച്ച് ചേർത്തിട്ടില്ല. അപ്പോൾ 3 കപ്പ് വെള്ളം ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒട്ടും മസാലയൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ ഇത് വെന്ത് കഴിഞ്ഞാൽ അറിയാം കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളറാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് വയ്ക്കാം. ഇനി ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 4 വിസിൽ പോകുന്നവരെ നമുക്കിതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 4 വിസിൽ പോയി ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ഞാൻ ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അണ്ടിപ്പരിപ്പാണ്. ഇതൊരു 10-25 എണ്ണം എടുക്കാം. നമ്മൾ തേങ്ങയ്ക്ക് പകരമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം പെരുംജീരകം, ഫെന്നൽ സീഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയും മണമൊക്കെയാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ കുറേശ്ശെയായിട്ട് അരച്ചെടുക്കണം കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം. നല്ലോണം ഇതുപോലെ അരഞ്ഞു വരണം. ശരിക്കും ഇത് തേങ്ങ പാല് പിഴിഞ്ഞ പോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നേരത്തെ എടുത്ത വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചിട്ടാണ് ഈ കാഷ്യൂനട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അത്യാവശ്യം തേങ്ങാപ്പാൽ പോലെ തന്നെ നല്ല കട്ടിയാണ് കേട്ടോ. ഇതിന് നന്നായിട്ട് അരഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയോ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് ഇതുപോലെ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്രത്യേക രുചിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇഷ്ടമാണെങ്കിൽ മാത്രം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എനിക്കിപ്പോൾ ഈ ഒരു കറി കുറച്ച് ഇതുപോലെ ഗ്രീൻ പീസ് ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കിയിടണം കേട്ടോ.
എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കാഷ്യൂനട്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഞാനൊന്ന് ചുഴറ്റി ഒഴിക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ പോലെ പിരിഞ്ഞ് വരുമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. ഇത് തിളയ്ക്കും തോറും കാഷ്യൂനട്ട് എപ്പോൾ അരച്ചത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോഴും തിളയ്ക്കും തോറും നല്ല കട്ടിയായിട്ട് വരും. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കാതെ തന്നെ അടിപൊളിയായിട്ട് നല്ല കിടിലൻ രുചിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രീൻ പീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗ്രീൻ പീസ് കറി ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും. ഇവർക്കൊക്കെ അധികം മസാലകളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി. എല്ലാത്തിൻ്റെ കൂടെ നല്ല മാച്ചാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്തോറും ഇത് നല്ലോണം ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ടൊക്കെ വരുന്നുണ്ട്. ശരിക്കും തേങ്ങ അരച്ച് ചേർത്ത പോലെ തന്നെയാണ് ഇരിക്കുക കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കണേ, കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിടാം. ഞാനൊരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണയും 1/2 സ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കണം. കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉണക്കമുളക് ഒരു 2 എണ്ണം, അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കടായിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. ഇനി ഇതിനെ നമുക്കൊന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി രുചിയിലുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇപ്പോൾ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കഴിയുന്നത് മസാലകളൊക്കെ കുറച്ച് നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. കറി അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിനടുത്തുള്ള ബെൽ ബട്ടനെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.